ഹായ് ഗായ്സ്, നമുക്ക് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലൊരു സോയാ കറി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ചൂടാവാനായിട്ട് വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പോളം സോയാ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരു 3-4 മിനിറ്റോളം കുക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഇത് നല്ല വീർത്ത് ഒരു പൂളിൻ്റെ പരുവത്തിലായിട്ടുണ്ടാകും. അത് നമ്മൾ കുറച്ച് പച്ചവെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇത് പിഴിഞ്ഞെടുത്താൽ മാത്രമേ അതിൻ്റെ ചവർപ്പ് ടേസ്റ്റ് നമുക്ക് മാറുള്ളൂ. വേറൊരു പാൻ എടുക്കുക. അതിൽ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ആഡ് ചെയ്യണം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുക്കണം. പിന്നെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാളയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണം. അത് നന്നായിട്ട് വഴന്ന് വരണം. അതിന് വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി, കാരണം നമ്മൾ ഇതിൽ മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പുണ്ട്. നമുക്ക് ഉപ്പ് ഇനി വേണമെങ്കിൽ നമ്മൾ നോക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വഴന്ന് വന്ന ശേഷം നമ്മൾ 1 കപ്പ് തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഏകദേശം ഇതോടെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പൈസസ് ആണ് ഇനി ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിക്കാൻ പാകത്തിന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ ഇടയിൽ ആ ഒരു മാഗി ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്തോ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിടാനായിട്ടാണ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ആ സോയാ ചങ്ക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മസാല പിടിക്കാൻ പാകത്തിന് തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇപ്പോൾ നന്നായിട്ട് മസാല ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വെള്ളം ചൂടാക്കണം. ആ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഇനി ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം 1 കപ്പോളമാണ് ചൂടുവെള്ളം എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്താൻ പാകത്തിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെള്ളം നന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ സോയാ ചങ്ക്സ് കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് പത്തിരിക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂട്ടാൻ പാകത്തിനൊരു കറിയാണ്.